ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇറ്റ്സ് മി ദിവ്യ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും പുതിയ ഒരു വർഷത്തിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം നല്ല വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോയാലോ? 2025 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പുതിയ വർഷത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാവരും പോകുന്ന പോലെ തന്നെ ഞങ്ങളും പുതുവർഷത്തിൻ്റെ തലേ ദിവസം കറങ്ങാനിറങ്ങി. അപ്പം ഏട്ടനൊക്കെ പറഞ്ഞു ആശ്രാമ മൈതാനത്ത്, കൊല്ലം ആശ്രാമ മൈതാനത്ത് ഇതെനിക്ക് ടൈറ്റാനിക്കിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എങ്കിൽ നമുക്ക് പോയി കാണാം എന്നും പറഞ്ഞ് ഞങ്ങളും ഫാമിലിയായിട്ട് പോയി കേട്ടോ. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം കപ്പലിലോട്ട് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് ഒരു ഹാള് പോലാണ് കേട്ടോ. അപ്പം അവിടെ ഈ ടൈറ്റാനിക് സിനിമയിൽ അഭിനയിച്ച നടൻ്റെയും നടിയുടെയൊക്കെ ഒരു ഫോട്ടോ പിക്ചേഴ്സ് ഇങ്ങനെ നിൽക്കുന്ന രൂപങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ഒരു കപ്പലിൻ്റെ അകത്ത് എങ്ങനായിരുന്നു അതുപോലാണ് അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശമൊക്കെ അതേ സെയിം തന്നെ ആണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരുവിധം മനസ്സിലാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 100 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ്, ഒരാൾക്ക് 100 വലുതായിട്ട്. പിന്നെ കപ്പലും ടൈറ്റാനിക് കപ്പലും ഉണ്ട്. പിന്നെ നമ്മളിത് കഴിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഗുണ കേവിൻ്റെ ഒരു മോഡൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് കണ്ടോ ആ കപ്പലോട്ടിക്കുന്നതിൻ്റെ ആ ഭാഗവും ഇതാണ് ഏറ്റവും മുകളിലത്തെ നില. അപ്പോൾ നമുക്ക് മുകളിലത്തെ നില താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് കാറുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമുക്ക് കയറുമ്പം നല്ല ക്രൗഡായിരുന്നു. പിന്നെ വേറെയും എക്സിബിഷൻസ് അവിടെ ഫ്ലവർ ഷോയും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അപ്പം ടൈറ്റാനിക് കപ്പലിൻ്റെ അകവശത്തുള്ള ഭാഗമാണ് ഇതൊക്കെ. ഈ മുകളിൽ കാണുന്ന ലൈറ്റും സെറ്റിങ്സും ഒക്കെ അതിനകത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരും വന്ന് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. വീഡിയോസ് എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ ഭാഗവും എടുത്തിട്ടില്ല, കുറേശ്ശെയായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പോ ആയിരുന്നു. ആ സമയത്ത് ഉപയോഗിച്ച സാധനങ്ങളുടെ മോഡൽ വരെ അവർ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗുണ കേവിലോട്ട് എൻട്രി കുറേ ഉണ്ട് കേട്ടോ. ഇതുപോലെ കുറേ ഹാളുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കവർ ചെയ്തു. കപ്പലിൻ്റെ ഉൾവശം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഗുണ കേവിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ. ഇതിനകത്ത് ഓഡിയോ ഉണ്ടാവും, ഞാൻ പക്ഷേ അത് മ്യൂട്ട് ചെയ്ത് കേട്ടോ. കുട്ടേട്ടാന്നൊക്കെ ആ സിനിമയ്ക്കകത്ത് വിളിക്കത്തില്ലായോ, അതേപോലത്തെ ഓഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കോപ്പിറൈറ്റ് വിഷയം വന്നാൽ പിന്നെ ഉള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ സൗണ്ടും കട്ടാക്കിയതാണ്. സൗണ്ട് മൊത്തം കലിപ്പിലാന്നുള്ള മേളമാണ് കേട്ടോ. അപ്പോൾ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം ആധികാരികമായിട്ട്. വള്ളിപ്പടർപ്പും ഒക്കെ വെച്ച് ഒരുവിധം നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നതിനായിട്ടുള്ള കോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വില കേട്ടോ. പിന്നെ അവർ ഇതണക്കും അവിടെ ഓരോ സ്റ്റാൾ ഇടുന്നില്ല, അപ്പം ഇരട്ടി വിലയായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് മുട്ടായിയും ഹൽവയൊക്കെ മേടിച്ച് പോയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.